ഒരു യമണ്ടൻ പ്രേമകഥ. ഈ സിനിമയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് യാതൊരു ചേർച്ചയില്ലാത്തൊരു പേരാണിത്. ഒരു മണ്ടൻ പ്രേമകഥയാണ് ബെസ്റ്റ്. ദുൽഖർ സൽമാൻ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ചെയ്തൊരു പടമായത്. പുള്ളി എന്ത് കണ്ടിട്ടാണ് ഈ പടത്തിന് ഡേറ്റ് കൊടുത്തതെന്ന് ഒരു പിടുത്തവുമില്ല. അമ്മാതിരി ഒരു പടം. അതിൻ്റെ എഴുത്തുകാർ മോശമായതുകൊണ്ടൊന്നുമല്ല, ഈ പടം പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് പോയി. അമർ അക്ബർ അന്തോണിയൊക്കെ എടുത്ത വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിനും കൂടാണ് ഈ പടം എഴുതിയത്. അങ്ങനെ കൊമ്പനായിൽ എന്ന് പറയുന്ന വലിയൊരു തറവാട്ടിലെ പ്രമാണിയുടെ മകനായിട്ടാണ് നമ്മുടെ നായകൻ ജനിക്കുന്നത്. പക്ഷെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മരണപ്പെടുന്നു. പക്ഷേ ഇവർക്കറിയില്ലായിരുന്നെന്ന് തോന്നുന്നു, ഓളീസ് വെല്ലെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ പുക ഊതി വിട്ടാലോ കൊച്ചിന് ജീവൻ വെക്കുമെന്ന്. അതൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുള്ളതല്ല, ഇവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ കൊച്ച് താനെ ഉണരുന്നു. പിന്നെ ആ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞിടന്ന് ഈ ഡോക്ടർമാർക്ക് ആരാടാ ഡോക്ടറേറ്റ് കൊടുത്ത്, ഏതവനാടാ ഇവനെയൊക്കെ ഡോക്ടറാക്കിയത്. അതിനുശേഷം ഏറ്റവും ദുർഘടമായ ഒരു പാത, കൊച്ചിന് പേര് കണ്ടുപിടിക്കൽ. അതിനുവേണ്ടി കൊമ്പനായിൽ തറവാട്ടിൽ മൂത്ത കാർന്നവരെ വരെ വിളിച്ചു വരുത്തി പേരന്വേഷിക്കും, കിട്ടത്തില്ല. പിന്നെ അവിടുത്തെ വേലക്കാരി ഒരു പേര് പറയും, രമണൻ. മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവൻ രമണൻ. ഇതിലും നല്ലത് മരണൻ എന്നായിരുന്നില്ലേ, ഇച്ചിരൂടെ നല്ലത്. അങ്ങനെ കൊമ്പനായിൽ തറവാടിൻ്റെ പ്രൗഢിക്കൊത്തൊരു പേര് ഒടുവിൽ അവർ കണ്ടെത്തുകയാണ്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് ലല്ലു. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. അങ്ങനെ ഈ അവതാരത്തിൻ്റെ കഥയാണ് ബാക്കി മുന്നോട്ട്. സാറ് നൊസ്റ്റാൾജിയ കയറി വട്ടുപിടിച്ചൊരു മനുഷ്യനാണ് ഈ ലല്ലു. അതെ ഗൈസ്, ഒരു പ്രത്യേകതര സ്വഭാവക്കാരനാണ്. വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാതെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പഴയ പഴങ്കഞ്ഞി ചട്ടിയിലിട്ട് തിന്നുന്നതാണ് പുള്ളിയുടെ വിനോദം. ചട്ടി പിടിക്കാൻ ലല്ലു വരുമെന്നേ തെനി ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അതാ ഞാൻ പട്ടിക്ക് പോലും കൊടുക്കാതെ വെച്ചേച്ചത്. ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് ലല്ലു. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ബാലരമയും കളിക്കുടുക്കയും. അതുകൊണ്ട് തന്നെ അതിലെ കഥാപാത്രങ്ങളാണ് ലല്ലുവിൻ്റെ ഹീറോസ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വിജയുടെയും സൂര്യൻ്റെ ഒക്കെ ഫോട്ടോ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ലല്ലുവും വെച്ചിട്ടുണ്ട്. കെട്ടിക്കാൻ പ്രായമായി പുര നിറഞ്ഞിരിക്കുന്ന ഇതിയാൻ്റെ ഹീറോസ് ഇവരൊക്കെയാണ്. ശക്തിമാൻ, ഡിങ്കൻ, ശുപ്പാണ്ടി ഇവരൊക്കെയാണ് പുള്ളിയുടെ ഹീറോസ്. ശക്തിമാനും ഡിങ്കനും ഒക്കെ ഓക്കെ. ഈ മരമണ്ടനായ ശുപ്പാണ്ടി എന്ത് കണ്ടിട്ടാണ് ഇവൻ ആരാധിച്ചത്? പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് വിട്ടുകളയാം. പിന്നെ ലല്ലുവിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയാമല്ലോ. അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബം. ഇത്രയും വലിയ കൊമ്പനായിൽ തറവാട്ടിലെ ലല്ലുവിൻ്റെ പണി പെയിൻറ്റ് പണി. എൻ്റെ പണി അത്ര മോശം പണിയൊന്നുമല്ലല്ലോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഒരു കോട്ട് പ്രീമിയർ അടിച്ച് ടെക്സ്ചർ പൊട്ടിയിട്ട് സ്ക്രാച്ച് ഡിസൈൻ ചെയ്ത് ബ്ലാക്ക് ഗോൾഡിൽ കളർ വാഷ് അടിച്ച ചെലമ്പും. പക്ഷെ പുള്ളി പെയിൻറ്റ് പണിക്ക് പോയത് നൊസ്റ്റു അടിച്ചിട്ടാണ്. നൊസ്റ്റുവിൻ്റെ ആളാണെന്ന് പുള്ളി. എന്തിന് വീട്ടിൽ നിന്ന് വെള്ളം പോലും കിണറ്റിൽ നിന്ന് കോരി കൂജലാക്കിയേ കുടിക്കുകയുള്ളൂ. അങ്ങനൊരു മുതലാണ് നമ്മുടെ ലല്ലു, നമ്മുടെ ഹീറോ. ആത്മാർത്ഥമായിട്ട് പെയിൻറ്റ് പണിക്ക് പോകുന്നവരെ കളിയാക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. പെയിൻറ്റ് പണിയെ വർണ്ണിക്കുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, രാവിലെ പണിക്ക് ഇറങ്ങി കഴിഞ്ഞ് 2 പൂശ് അങ്ങോട്ടും 2 പൂശ് ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞ് 10 മണി ചായ കുടിക്കാനുള്ള സമയം. അത് കഴിഞ്ഞൊരു 10:30 ആകുമ്പോൾ 2 പൂശ് ഇങ്ങോട്ടും 2 പൂശ് അങ്ങോട്ടും വീശി കഴിഞ്ഞ് ഉണ്ണാനുള്ള സമയം 1 മണി. ഉണ്ടിട്ട് നല്ലൊരു ഉറക്കം, നല്ലൊരു പള്ളി ഉറക്കമൊക്കെ കഴിഞ്ഞ് 2 പൂശ് അങ്ങോട്ടും 2 പൂശ് ഇങ്ങോട്ടും പിന്നെയും ചായ കുടിക്കുക. അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങി 2 പൂശ് അങ്ങോട്ടും 2 പൂശ് ഇങ്ങോട്ടും കഴിഞ്ഞാൽ മുതലാളി നമ്മുടെ പൈസ തരും. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൊള്ളും. ഞങ്ങൾ രാവിലെ ചായ കുടിച്ചുകൊണ്ട് പോരും. പിന്നെ പണിസ്ഥലത്ത് വന്ന് 10 മണിക്ക് ആഹാരം കഴിക്കും. പിന്നെ 12 മണിക്ക് ചായ കുടിക്കും. പിന്നെ 1 മണി 1 മണിയാകുമ്പോൾ ചോദിക്കും. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കും. 5 മണിയാകുമ്പോൾ പോകും. ഇത് ചുമ്മാതെ കള്ളപ്പണിക്കാരനാണ്. എന്നിട്ട് പെയിൻറ്റ് പണിക്കെങ്കിലും പോകുന്നുണ്ടെന്ന് ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കണമല്ലോ. പിന്നെ ഇതിലെ കോമഡികളുടെ കാര്യം, എൻ്റെ പൊന്നോ, കോമഡി എഴുതി ഒപ്പിക്കാൻ അവന്മാർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒറ്റ ഒരെണ്ണം പോലും ഏറ്റിട്ടില്ല. സാറേ, വിക്കി എന്നാണ് അവന്റെ പേര്. അവന്റെ അച്ഛനൊരു പീടികയുണ്ട്, അതുകൊണ്ട് എല്ലാവരും അവനെ വിക്കി പീടിയാന്ന് വിളിക്കുന്നത്. സൗബിന്റെ ഒക്കെ കോമഡി. കുറച്ച് കൊടലെന്തിനാ? ഞാൻ നിനക്ക് എന്റെ കരൾ എന്നെ പറിച്ചു തരും. നല്ല പറ്റുക മതി. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ പെടാപ്പാട് വിടുന്നുണ്ട് ഒരു കോമഡി പറഞ്ഞൊപ്പിക്കാൻ, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. കൂട്ടത്തിൽ ദുൽഖറിൻ്റെ 1-2 വളിച്ച തമാശകൾ. പിന്നെ കട്ടപ്പനയിലെ ഋതിക് റോഷനകത്ത് നമ്മുടെ പഴംപൊരി രതീഷിനെയൊക്കെ കൊണ്ടുവന്ന പോലെ ഇതിനകത്ത് 1-2 സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഏറ്റില്ല. ഓക്കയ്ക്ക് ഓമനക്കുട്ടി കൊണ്ടുവന്നത് ഒത്തില്ല. പരിപ്പോടെ ചിത്രഗുപ്തനാക്കാൻ നോക്കിയത് ഏറ്റില്ല. ചിയേഴ്സിന് എന്തിട്ടായിരുന്നു, എന്താ പറഞ്ഞ പേര്, തിക്കുറിച്ചി, അത് ശരിയായേ ഇല്ല. എന്തരുടെ ഇതൊക്കെ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളാണ് ഇവിടെ. ഹരീഷ് കണാരന്
ധർമ്മജനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല. കോമഡി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ചിരി വരത്തില്ല. എന്താണെന്ന് അവർക്കും അറിയില്ല, കേൾക്കുന്നത് നമുക്കും മനസ്സിലാകത്തില്ല. ഒരുമാതിരി ഊള കോമഡികൾ. പിന്നെ നായകൻ കുഞ്ഞിക്ക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏത് പെണ്ണ് സാറിനെ കണ്ടാലും അപ്പം വന്ന് പ്രപ്പോസ് ചെയ്യും. അതെ, കുഞ്ഞിക്ക ഇതിനകത്തൊരു മദനകുമാരനായിട്ടാണ് കാണിക്കുന്നത്. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കുഞ്ഞിക്ക ഓടിച്ചിട്ട് പ്രേമിക്കുകയാണ്. ഇവർ സെൻറ് തെരേസസ് കോളേജ് പെയിൻറ് പണിക്ക് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും പിയൂൺമാരും എന്തിന് അതിനടുത്തുള്ള ചേച്ചിമാരെല്ലാം ലല്ലുവിനെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മൾ ഓർക്കും ഇവളുമാരൊന്നും ആണുങ്ങളില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ജീവിച്ചിരുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും പേര് പുറകെ നടന്നിട്ടും ലല്ലുവിന് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ലല്ലുവിൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് ഒരു സാധനം കൂടുതൽ വേണം. സ്പാർക്ക് മറന്നു തോന്നുന്നില്ല. സ്പാർക്ക്. ഇവരോട് ആരോടും പുള്ളിക്കാരൻ അങ്ങനെ ഒരു സ്പാർക്ക് തോന്നിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ വേറെ വലിയൊരു പ്രമാണി മോളുണ്ട്. അവൾ വന്ന് ലല്ലുവിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെയാണ്. ആ കുട്ടിയാണ് ഈ ലല്ലുവിനെ ഓടിച്ചിട്ട് പ്രേമിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ ഓടുന്ന കുട്ടി. പക്ഷെ അവിടെയും സാർ പറയും സ്പാർക്കില്ലോ. അതെ, സ്പാർക്ക് വേണം. ആത്മാർത്ഥത ഉണ്ടായിട്ടോ സൗന്ദര്യം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ജോലി ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ സ്പാർക്കിനാണ് മുൻഗണനയും പ്രാധാന്യവും. അതിപ്പോൾ ഏതെങ്കിലും ഒരുത്തിൻ്റെ ഭാര്യ ആയാലും കുഴപ്പമില്ല, സ്പാർക്ക് അതിവിടെ കിട്ടിയിരിക്കണം എന്ന വാശിയിലാണ് ലല്ലു. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് സംഭവിക്കുകയാണ് കേസ്. നമ്മുടെ ലല്ലു ആ സ്പാർക്കുള്ള പെൺകുട്ടിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെ, അവളെ കണ്ടപ്പോൾ തൊട്ട് ലല്ലുവിന് സ്പാർക്ക് ഉണ്ടാവും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവളെ കണ്ടത് പത്രത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞ കോളത്തിനകത്താണെന്നേ ഉള്ളൂ. പിന്നെ അവളെ കണ്ടുപിടിക്കാൻ ഒരു പോക്കാണ് നായകനും കൂട്ടുകാരും എല്ലാം കൂടെ. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി ചെല്ലുമ്പോൾ ഒരു വലിയ സത്യം ലല്ലുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവൾ പോയി ഗൈസ്. ചെറുപ്പത്തിൽ തന്നെ പോയി. എൻ്റെ ചേട്ടാ, ഇത്രയും പെൺപിള്ളേർ നിങ്ങളുടെ പുറകെ നടന്നപ്പോൾ നിങ്ങൾക്ക് മണ്ടുവലയല്ലായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നനച്ച വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നനച്ചടത്തേക്ക് പോക മുടിയാതെ, അത് മനസ്സിലാക്കിക്കോ. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സുരാജേട്ടൻ്റെ ക്യാരക്ടർ ഗംഭീരമായിരുന്നു. അതിനുശേഷം നമ്മുടെ ചിരിക്കുടുക്കയായ ലല്ലു ഒരു മാസ് ഹീറോ ആവുകയാണ് ഗൈസ് അവളുടെ മരണത്തിന് ശേഷം. പിന്നെ കൊലയാളിയെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ പോലീസുകാരെ കൊണ്ടുപോലും പറ്റാത്ത ലല്ലു അവിടെ കണ്ടുപിടിക്കുകയാണ്. ഒരു ഞാവൽപ്പഴം കൊണ്ട്, എവിടെ ഒരു ഞാവൽപ്പഴം കൊണ്ട് കണ്ടുപിടിക്കുകയാണ്. അതങ്ങനെ വേണമല്ലോ, അതങ്ങനെ ആയിരിക്കുമല്ലോ, കണ്ടുപിടിക്കണമല്ലോ. അതിന് പാവം ഞാവൽപ്പഴ ഇരയായി. പിന്നെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ബിബിൻ ജോർജാണ്. ക്യാരക്ടറൊക്കെ കൊള്ളാം. പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ഒരു 5-6 പേരെ അല്ലാതെ പുറത്തുനിന്ന് ഒരുതിനെ കണ്ട പുള്ളിക്ക് കരിയളവും ഒരുമാതിരി ചെകുത്താൻ കുരിശ് കണ്ടതിൻ്റെ ഒരു അവസ്ഥയാണ് പുള്ളിക്ക്. അങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് പുള്ളി ഇതിനകത്ത്, ഒരു സൈക്കോ. പിന്നീട് അവസാനം നായകനും വില്ലനും തമ്മിൽ കണ്ടുമുട്ടും. പിന്നെ പതിവ് പോലെ പറയണ്ടല്ലോ. എന്നാലും ഇങ്ങനൊരു പടം പടച്ചു വിട്ടത് എന്തിനാന്ന് ഒരു പിടുത്തവുമില്ല. എന്തോ ആയാലും ഒരു 2.5 മണിക്കൂർ വാദം പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടവൻ്റെ അവസ്ഥ എന്തുമായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് യമണ്ടം പ്രേമകഥയല്ല, ഒരു മണ്ടം പ്രേമകഥയാണ്. നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഉണ്ണിക്കണ്ണനെ ഓർത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഉസ്പേത്തനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തനവർക്കിട്ട് കമ്മണിരുന്ന വാഴക്ക ജമ്മെന്ന് പോവാ. അപ്പൊ അവനെ കുട്ടി എന്താന്ന് ഓക്കെ